ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് സാഹിത്യ ക്വിസാണ്. അപ്പോൾ സാഹിത്യവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണണം കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുന്നതായിരിക്കും. പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. അതിനു മുൻപ്, വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ കൂടുതൽ വീഡിയോസ്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഈ ഒരു ചാനലിൽ ലഭിക്കുന്നതായിരിക്കും. നമ്മൾ ഓൾറെഡി സാഹിത്യ ക്വിസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരാണെങ്കിൽ നിങ്ങൾ അതും കൂടെ കണ്ടു നോക്കുക കേട്ടോ. എന്തായാലും യൂസ്ഫുൾ ആവുന്നതായിരിക്കും. ആദ്യത്തെ ചോദ്യം ഇതാണ്: മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഏത്? മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഏതാണ്? ഉത്തരം വരുന്നത് വാസനാവികൃതി. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥയാണ് വാസനാവികൃതി. അടുത്തത്, മലയാളത്തിലെ ആദ്യ നോവൽ ഏതാണ്? മലയാളത്തിലെ ആദ്യ നോവൽ. ഉത്തരം കുന്തലത. അപ്പു നെടുങ്ങാടി എഴുതിയ കുന്തലതയാണ് മലയാളത്തിലെ ആദ്യത്തെ നോവൽ. പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. മലയാളത്തിലെ ആദ്യ നോവലാണ് കുന്തലത, എഴുതിയത് അപ്പു നെടുങ്ങാടി. അടുത്ത ചോദ്യം ഇതാണ്: മലയാളത്തിലെ ആദ്യത്തെ ഖണ്ഡകാവ്യം ഏത്? മലയാളത്തിലെ ആദ്യത്തെ ഖണ്ഡകാവ്യം ഏതാണ്? ഉത്തരം വീണപൂവ്. മലയാളത്തിലെ ആദ്യത്തെ ഖണ്ഡകാവ്യം ഏതാണ്? വീണപൂവാണ്. വീണപൂവ് രചിച്ചിരിക്കുന്നത് കുമാരനാശാനാണ്. ഓർത്തു വെച്ചോളൂ, മലയാളത്തിലെ ആദ്യത്തെ ഖണ്ഡകാവ്യമാണ് വീണപൂവ്. അടുത്ത ചോദ്യം: കഥകളിയുടെ സാഹിത്യരൂപം ഏത്? കഥകളിയുടെ സാഹിത്യരൂപം ഏതാണ്? ഉത്തരം ആട്ടക്കഥ. കഥകളിയുടെ സാഹിത്യരൂപമാണ് ആട്ടക്കഥ. മലബാർ മാനുവൽ എന്ന പ്രശസ്തമായ ചരിത്ര ഗ്രന്ഥം രചിച്ചത് ആരാണ്? മലബാർ മാനുവൽ എന്ന പ്രശസ്തമായ ചരിത്ര ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഉത്തരം നോക്കിക്കോളൂ, വില്യം ലോഗൻ. മലബാർ മാനുവൽ എന്ന പ്രശസ്ത ചരിത്ര ഗ്രന്ഥം രചിച്ചിരിക്കുന്നത് വില്യം ലോഗൻ. അടുത്ത ചോദ്യം ഇതാണ്: മാപ്പിള ലഹളയുടെ പശ്ചാത്തലത്തിൽ ആശാൻ എഴുതിയ ഖണ്ഡകാവ്യം ഏത്? മാപ്പിള ലഹളയുടെ പശ്ചാത്തലത്തിൽ ആശാൻ എഴുതിയ ഖണ്ഡകാവ്യം ഏതാണ്? ഉത്തരം ദുരവസ്ഥ. മാപ്പിള ലഹളയുടെ പശ്ചാത്തലത്തിൽ കുമാരനാശാൻ എഴുതിയ ഖണ്ഡകാവ്യമാണ് ദുരവസ്ഥ. ഓക്കെ ആണല്ലോ. അടുത്തത്, കുമാരനാശാൻ്റെ വീണപൂവ് ആദ്യം പ്രസിദ്ധീകരിച്ച മാസിക ഏത്? കുമാരനാശാൻ്റെ വീണപൂവ് ആദ്യം പ്രസിദ്ധീകരിച്ച മാസിക ഏതാണ്? ഉത്തരം നോക്കിക്കോളൂ, മിതവാദി. കുമാരനാശാൻ്റെ വീണപൂവ് പ്രസിദ്ധീകരിച്ച മാസികയാണ് മിതവാദി. ആദ്യമായി മിതവാദി എന്ന മാസികയിലാണ് കുമാരനാശാൻ്റെ വീണപൂവ് പ്രസിദ്ധീകരിച്ചത്. അടുത്ത ചോദ്യം: മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ. ഇത് ആരുടെ വരികളാണ്? അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, എല്ലാവരും പഠിച്ച ഒരു പാട്ടാണല്ലേ, മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ. ഇത് ആരുടെ വരികളാണ്? ഉത്തരം സഹോദരൻ അയ്യപ്പൻ. ഓണക്കാലം ആവുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിലേക്ക് വരുന്ന വരികൾ ഇതാണ്. അപ്പോൾ ഈ ഒരു പാട്ട് രചിച്ചിരിക്കുന്നത് സഹോദരൻ അയ്യപ്പനാണ്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം: കാവ്യലോക സ്മരണകൾ ആരുടെ ആത്മകഥയാണ്? കാവ്യലോക സ്മരണകൾ ആരുടെ ആത്മകഥയാണ്? ഉത്തരം വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. കാവ്യലോക സ്മരണകൾ, ഇത് ആരുടെ ആത്മകഥയാണ്? വൈലോപ്പിള്ളി ശ്രീധരമേനോൻ്റെ ആത്മകഥയാണിത്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കാം. സ്വാതന്ത്ര്യ സമര കഥയെ പശ്ചാത്തലമാക്കി തോപ്പിൽ ബാസി രചിച്ച നാടകം. സ്വാതന്ത്ര്യ സമര കഥയെ പശ്ചാത്തലമാക്കി തോപ്പിൽ ബാസി രചിച്ച നാടകം ഏതാണ്? ഉത്തരം മൂലധനം. സ്വാതന്ത്ര്യ സമര കഥയെ പശ്ചാത്തലമാക്കി തോപ്പിൽ ബാസി രചിച്ച നാടകമാണ് മൂലധനമെന്ന് അറിയപ്പെടുന്നത്. ഓക്കെ. അടുത്ത ചോദ്യം: 1.25 കോടി മലയാളികൾ ആരുടെ രചനയാണ്? 1.25 കോടി മലയാളികൾ എന്നത് ആരുടെ രചനയാണ്? ഉത്തരം EMS നമ്പൂതിരിപ്പാട്. 1.25 കോടി മലയാളികൾ എന്ന കൃതി ആരാണ് രചിച്ചത്? EMS നമ്പൂതിരിപ്പാടാണ് രചിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം: മഹാകവി ജി ശങ്കരക്കുറുപ്പിൻ്റെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച കവിതാ സമാഹാരം ഏത്?
മഹാകവി ജി ശങ്കരക്കുറുപ്പിൻ്റെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച കവിതാ സമാഹാരം ഏത്? ഉത്തരം ഓടക്കുഴൽ. ഏതാണ്? ഓടക്കുഴൽ. അടുത്ത ചോദ്യം, ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന നോവൽ എഴുതിയത് ആര്? ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന നോവൽ എഴുതിയതാരാണ്? ഉത്തരം ഒ വി വിജയൻ. ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന നോവൽ എഴുതിയിരിക്കുന്നത് ഒ വി വിജയൻ. മുത്തശ്ശി എന്ന നോവലിൻ്റെ കർത്താവ് ആര്? മുത്തശ്ശി എന്ന നോവലിൻ്റെ കർത്താവ് ആരാണ്? ഉത്തരം വരുന്നത് ചെറുകാട്. മുത്തശ്ശി എന്ന നോവലിൻ്റെ കർത്താവ് ചെറുകാട്. അടുത്ത ചോദ്യം, തിക്കോടിയൻ എന്നറിയപ്പെടുന്നത് ആര്? തിക്കോടിയൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം പി കുഞ്ഞനന്ദൻ നായർ. തിക്കോടിയൻ എന്നറിയപ്പെടുന്നത് ആരാണ്? പി കുഞ്ഞനന്ദൻ നായർ. അടുത്ത ചോദ്യം, VKN എന്നത് ആരുടെ തൂലികാനാമമാണ്? ഉത്തരം VK നാരായണൻ കുട്ടി. അപ്പോൾ VKN എന്നത് ആരുടെ തൂലികാനാമമാണ്? VK നാരായണൻ കുട്ടിയുടെ തൂലികാനാമമാണ് VKN. അടുത്തത്, ഉറൂബ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉറൂബ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം നോക്കിക്കോളൂ, PC കുട്ടിക്കൃഷ്ണൻ. ഉറൂബ് എന്നറിയപ്പെടുന്നത് ആരാണ്? PC കുട്ടിക്കൃഷ്ണനാണ് ഉറൂബ് എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, സാമൂഹ്യ പരിഷ്കരണത്തെ ലക്ഷ്യമാക്കി VT ഭട്ടതിരിപ്പാട് രചിച്ച നാടകം. സാമൂഹ്യ പരിഷ്കരണത്തെ ലക്ഷ്യമാക്കി VT ഭട്ടതിരിപ്പാട് രചിച്ച നാടകം ഏതാണ്? ഉത്തരം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. അപ്പോൾ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചിരിക്കുന്നത് ആരാണ്? VT ഭട്ടതിരിപ്പാട്. സാമൂഹ്യ പരിഷ്കരണത്തെ ലക്ഷ്യമാക്കി VT ഭട്ടതിരിപ്പാട് രചിച്ച നാടകമാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. അടുത്ത ചോദ്യം, ഋതുമതി എന്ന പ്രശസ്ത നാടകത്തിൻ്റെ രചയിതാവ്. ഋതുമതി എന്ന പ്രശസ്ത നാടകത്തിൻ്റെ രചയിതാവ് ആരാണ്? ഉത്തരം പ്രേംജി. ഋതുമതി എന്ന പ്രശസ്ത നാടകത്തിൻ്റെ രചയിതാവ് ആരാണ്? പ്രേംജിയാണ്. അടുത്ത ചോദ്യം, മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടു തയ്യാറാക്കിയത് ആര്? മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടു തയ്യാറാക്കിയത് ആരാണ്? ഉത്തരം ഹെർമൻ ഗുണ്ടർട്ട്. മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടു തയ്യാറാക്കിയത് ഹെർമൻ ഗുണ്ടർട്ട്. അടുത്തത്, ജ്ഞാനപ്പാനയുടെ കർത്താവ് ആര്? ജ്ഞാനപ്പാനയുടെ കർത്താവ് ആരാണ്? ഉത്തരം പൂന്താനം. ജ്ഞാനപ്പാനയുടെ കർത്താവ് പൂന്താനമാണ്. അപ്പോൾ ഫ്രണ്ട്സ്, സാഹിത്യവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കണ്ടത്. അപ്പോൾ നമുക്കിനി ഒരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻ നോക്കാം. അത് നിങ്ങൾക്കായിട്ടുള്ളതാണ്. ചോദ്യത്തിൻ്റെ ഉത്തരം എല്ലാവരും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം. ചോദ്യം ഇതാണ്, മലയാളത്തിലെ ആദ്യത്തെ ഖണ്ഡകാവ്യം ഏത്? മലയാളത്തിലെ ആദ്യത്തെ ഖണ്ഡകാവ്യം ഏതാണ്? പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്, എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഉത്തരം കമൻറ്റ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ പേരും കൂടെ ആഡ് ചെയ്തോളൂ കേട്ടോ. ഇതുപോലെ നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് ലഭിക്കാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തുകയുള്ളൂ. അപ്പോൾ ഇനി ഏത് വീഡിയോ ആണ് നിങ്ങൾക്ക് ആവശ്യമെന്നുള്ളതും കൂടെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.